ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. വാചാലത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടാവില്ല അല്ലേ? പക്ഷെ ഏറ്റവും വാചാലരാകുന്നത് അതുപോലെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണെന്ന് പറയുക അല്ലേ? അത് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ അത് ശരിയാന്ന് തോന്നും. കാരണം ആരാണ് അല്ലെങ്കിൽ ആരോടാണ് അവർ സംസാരിക്കണമെന്നുണ്ടാവില്ല. ഒരു വ്യക്തിയെ സംസാരിക്കാനായി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ, അത് ഇന്ന വ്യക്തി എന്നായിക്കൊള്ളണമെന്നില്ല, ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ സംസാരം കേട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും അവരുടെ സന്തോഷങ്ങളായിക്കോട്ടെ എല്ലാം അവർ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുന്നവരെ ചിലവർ കളിയാക്കും, അതിന് വട്ടാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ സംസാരിക്കും, അതിൻ്റെ അടുത്തേക്ക് വർത്തമാനം. പക്ഷെ അവരവരുടെ മനസ്സിലെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവർ മനസ്സിൽ അടക്കി പിടിച്ച സന്തോഷമായാലും ദുഃഖമായാലും മറ്റൊരാളോട് പങ്കുവെക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ തൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എന്താണെങ്കിലും കേൾക്കാൻ ഒരാളില്ലാതിരിക്കുമ്പോൾ അത് ആരെങ്കിലും ഒരാൾ കേട്ടിരിക്കുമ്പോൾ ആ ഒരു സന്തോഷമാണ് അവർ ആ സംസാരത്തിലൂടെ പങ്കുവെക്കുന്നത് അല്ലേ? അപ്പോൾ അത് അങ്ങനെ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് അതറിയുള്ളൂ. അല്ലാത്തവർക്ക് അത് പുച്ഛമായിരിക്കാം, ചിലപ്പോൾ പരിഹസിക്കുന്നവരായിരിക്കാം ഉണ്ടായിരിക്കുക അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാവില്ല, ചിലപ്പോൾ നമുക്ക് നേരിട്ട് ഒരു പരിചയം ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഒരു കേൾവിക്കാരൻ അല്ലെങ്കിൽ ഒരു കേൾവിക്കാരി എന്ന രീതിയിൽ അവർ നമ്മളെ സാഹൂതം നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് സശ്രദ്ധം കേട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി, ഒരു സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരാളായിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് സംസാരിക്കുകയും എപ്പോഴും ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിയുന്നവരും മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് കേട്ടോ. പിന്നെ ഒരാളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ എല്ലാവരോടും അങ്ങനെ പെരുമാറാനായിട്ട് കഴിയുള്ളൂ. അല്ലാത്തവർ എപ്പോഴും മുഖം കയറ്റിയിരിക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ നോക്കൂ എപ്പോഴും. പക്ഷെ മധുരമായി സംസാരിക്കുന്നവർ എപ്പോഴും നല്ലവരാന്ന് ഞാൻ പറയുന്നില്ല. മധുരമായി സംസാരിക്കുന്നവർ ഞങ്ങളുടെ നാട്ടിൽ പൂവൻ പഴം കൊണ്ട് കഴുത്തറക്കുന്നവരെ പോലെ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതായത് നമ്മൾ അതല്ലെങ്കിൽ പറയും നമ്മുടെ ഒക്കത്തിരിക്കുന്ന കുട്ടീനെ നമ്മൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അമ്മിക്കോടെടുത്തിട്ട് ഒക്കത്ത് വെച്ചിട്ട് ഓടുന്നു ചിലവരുടെ സംസാരം കേട്ടാൽ. അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വ്യക്തിയുടെ സംസാരം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളോട് പെരുമാറുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ആ വ്യക്തി ചിലപ്പോൾ എല്ലാം തികഞ്ഞതായിക്കൊള്ളണമെന്നില്ല. നമുക്കറിയാം ബഹുജനം പലവിധമാണ്, എങ്കിലും നമ്മളോട് പെരുമാറുന്ന രീതി വെച്ചിട്ടാണ് നമ്മൾ ആ വ്യക്തിയോട് പെരുമാറുക അല്ലേ? പിന്നെ മാത്രമല്ല, നമ്മൾ ഒരു വ്യക്തി എത്രമാത്രം നമുക്ക് മറ്റൊരാളുടെ വിഷമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് കേട്ടിരിക്കാൻ പറ്റുവെച്ചാൽ അത് നമ്മൾ കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ആ മറ്റൊരു വ്യക്തിക്ക് അതൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടുക വെച്ചാൽ അത് എത്രയും നല്ലതല്ലേ? പക്ഷേ ഇന്ന് എല്ലാവരും ബിസിമാനാണ്, അതുപോലെ എല്ലാവരും തിരക്കുള്ളവരാണ്. അതുകൊണ്ട് ആർക്കും ആരെയും കേൾക്കാനായിട്ട് ഇരിക്കാനുള്ള സമയമില്ല. ആരും അതിനായിട്ട് ചിലവഴിക്കാനായിട്ട് ശ്രമിക്കൂല. എങ്കിലും കഴിയുന്നതും നമ്മളതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ പോയി, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അധിക സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ കാലിൽ ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള കാരണം കാലിലേക്ക് നീരിറങ്ങണ കാരണം. അപ്പോൾ ബിജു എപ്പോഴും എന്നെ അവൻ്റെ കൂട്ടത്തിൽ ഞാൻ എവിടേക്കെങ്കിലും കൊണ്ടുവച്ചാൽ എനിക്ക് മൈഗ്രെയിൻ ഉള്ള കാരണം എന്നെ വെയിൽ കൊള്ളാതെ എവിടെയെങ്കിലും കൊണ്ടേ ഇരുത്തും. അതുപോലെ തന്നെ തിക്കും തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നോ ഞാൻ നിന്നെ ആ സമയത്ത് വിളിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ ഒരുത്തിയിലിരുത്തി. അപ്പോൾ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി. അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ട് നമ്മൾ കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല, തിരുവനന്തപുരത്തുള്ളൊരു വ്യക്തിയാണ്, പേര് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആ വ്യക്തിയും ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയാണ് എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ നല്ല മഴയാണ്, ഞങ്ങൾ വരുമ്പോൾ മഴ ഉണ്ടായില്ല, ഞങ്ങളുടെ അവിടെ മഴ ഉണ്ടായില്ല, പക്ഷേ ഇവിടെ വന്ന് നമ്മൾ കാർ പാർക്കിങ് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്ത്, ഞങ്ങൾ മഴയത്ത് ഓടി വന്ന് കുട എടുക്കാൻ വിട്ടുപോയി. ഞാനും മറുപടി പറഞ്ഞു. ആ ഒരു മറുപടിയിൽ ഞങ്ങൾ ആ വ്യക്തിയുടെ കാര്യങ്ങളും എല്ലാം എന്നോട് പങ്കുവെച്ചത് വേറൊന്നുമല്ല. അപ്പോൾ എന്നോട് അത് ആരാണെന്ന് ചോദിച്ചു. അതെൻ്റെ അനിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എവിടെ വീട് എവിടുന്നാന്ന് ചോദിച്ചു. വടക്കാഞ്ചേരിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ എവിടേക്കും പോകാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇതുപോലെ അനിയൻ വരണ സമയത്താണ് അപ്പോൾ അങ്ങനെ എവിടേക്കെങ്കിലൊക്കെ കൊണ്ടുപോവുക, അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. കുട്ടികൾ കൊണ്ടുപോകാതെയല്ല, പക്ഷേ എനിക്ക് അമ്മേനെ വീട്ടിലാക്കി വരാൻ പറ്റിയല്ലോ, അമ്മയ്ക്ക് ഇങ്ങനെ ഡിമെൻഷ്യ ആണ് എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അവരുടെ അമ്മയ്ക്കും ഇങ്ങനെ തന്നെ ഉണ്ടായത്, ഞങ്ങളും കുറേ കാലങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായില്ല. അപ്പം
ഞാനിത് പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ അനുഭവം അവർക്ക് ശരിക്കും അറിയാം. അങ്ങനെ ആ അനുഭവത്തൂടെ കടന്നു പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നോട് നമ്മളൊരു പരിചയമില്ലെങ്കിൽ പോലും എന്നോട് അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷനാണ്, ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ അമ്മയ്ക്ക് തന്നെ അത്ര സംഭവിച്ചത്. നല്ല അക്യൂട്ട് ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു, എപ്പോഴും യൂറിനറി ഇൻഫെക്ഷനാണ്. അങ്ങനെ വന്നിട്ട് പിന്നെ കിഡ്നിയൊക്കെ കംപ്ലൈൻ്റ് ആയി, പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുകളായി, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ക്രിയാറ്റിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ എന്നൊക്കെ എന്നോടും ഇങ്ങോട്ട് ഉപദേശിച്ചു തന്നു. അമ്മയ്ക്ക് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. അപ്പം ഞാനും നമ്മളും അപ്പം ഒരു തൽക്കാലം ആ ഒരു സമയം നമ്മുടെ മനസ്സിൽ അടക്കി പിടിച്ച, കാരണം വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാനും ബിജും കൂടി പോയി ആ ഒരു നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ വീട്ടിലത്തെ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വയ്യാന്നൊരു ക്ഷീണം തോന്നുന്ന ഒരു സാഹചര്യം. മാത്രമല്ല ഇങ്ങനെ നമ്മുടെ അതേ അനുഭവത്തിൽ കൂടെ കടന്നു പോയൊരു വ്യക്തി നമ്മളോട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയാതെ ഞാനും അവരോട് പറഞ്ഞു പോയി. സത്യത്തിൽ ഞാൻ ആ വ്യക്തിയുടെ പേരോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല, എന്നോടും ഇങ്ങോട്ടും ചോദിച്ചില്ല. പക്ഷെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഇങ്ങനെ സുഖമില്ലാതായ കാരണം എവിടെയാക്കി പോകാൻ പറ്റാത്ത കാരണം ഞങ്ങൾ എവിടെയും പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം അങ്ങനെ അമ്മ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ ആയി. അപ്പം ഞാനും വൈഫും കുട്ടികളും കൂടി ഇപ്പം അമ്പലത്തേക്ക് വന്നു. പക്ഷേ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ട് അധിക സമയം നിൽക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. കുട്ടികൾ അവിടെ, വൈഫും കുട്ടികളും അവിടെ ക്യൂലുണ്ട്. പിന്നെ അവർ എൻ്റെ തുലാഭാരത്തിലൊക്കെ നേർന്നിട്ടുണ്ട്. അപ്പോൾ 10-20 വർഷം മുന്നേ വരുമ്പോഴും കൂടി നമുക്ക് ഗുരുവായൂർ ഇങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല, ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ശരിയാണ്, ഞാനും പറഞ്ഞു നമ്മൾ ഒരുപാട് ക്യൂലൊക്കെ നിന്നിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഓരോ വർഷം കഴിയുന്തോറും ഗുരുവായൂർ അമ്പലത്തിലത്തെ തിരക്കും കൂടിക്കൊണ്ട് വരികയാണ് അല്ലേ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് തിരക്കും കൂടിക്കൊണ്ട് വരികയാണ്. എങ്കിലും ആ ഒരു ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് നടക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും അവിടെ കൊടിമരത്തിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കിഴക്കേ നട വേണമെന്നില്ല, അവിടെ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ. അപ്പോൾ അതൊരു സമാധാനം. അവിടെ എത്തിയപ്പോൾ എനിക്കും ഒരു സമാധാനം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബിജും അങ്ങനെ ധൃതി പിടിച്ച് പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ട് നമ്മൾ കുളക്ക പ്രദക്ഷിണൊക്കെ വെച്ചിട്ടാണ് വന്നതും അങ്ങനെയൊക്കെ നിന്നത് കൊണ്ടും എനിക്കും ഒരു സമാധാനം ഉണ്ടായി. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കാലിന് ഫ്രാക്ചർ ആയതാണ്, അപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും അധിക സമയം നിൽക്കാൻ പറ്റില്ല, ഇങ്ങനെ ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള കാരണം കാലിൽ നീര് വരും, അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇവിടെ എത്തിയത് എന്നിട്ട് ഞാനും പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരി നീങ്ങി തുടങ്ങുമ്പോൾ യാത്ര പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ യാത്ര. പക്ഷെ നമ്മൾ പിന്നെ അവരെ കാണുന്നില്ല, അവർ നമ്മളെയും കാണില്ല. അവർ തിരുവനന്തപുരത്തുള്ളവരാണ്, അവരുടെ വീട് എന്താണ് ആറ്റുകാല അമ്പലത്തിൻ്റെ അടുത്താണ്. എന്നോട് പറഞ്ഞു നടക്കാനുള്ള ഒരു ദൂരേ ഉള്ളൂ ആറ്റുകാല അമ്പലത്തേക്ക്. പക്ഷേ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് ആർക്കും അവിടെ ഒന്നും ഇതില്ല, സ്ത്രീകൾക്ക് മാത്രമാണ് ഒക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ചില നിമിഷങ്ങളിൽ അല്ലേ നമ്മൾ അറിയാതെ അവരാണെങ്കിലും നമ്മളോട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിട്ടും നമ്മൾ അങ്ങോട്ടും പറയാനായിട്ട് കഴിയും. അപ്പോൾ അത് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിങ്ങനെ നമുക്ക് പൊട്ടുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും എനിക്കും കഴിഞ്ഞു. ആ വ്യക്തിയും എന്നോട് പങ്കുവെച്ചു, നമ്മൾ യാത്ര പറഞ്ഞു. ഇനി നമ്മൾ ഇതിൽ കാണുമെന്നുള്ളത് നമുക്കറിയില്ല, അവരുടെ പേര് നമുക്കറിയില്ല, ഇനി കണ്ടാൽ പോലും എനിക്ക് രൂപം അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരുത്തരും അതുപോലെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് അങ്ങനെ കിട്ടും. പക്ഷേ മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മളെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ എങ്ങനെയും നമ്മളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കില്ല. ഒന്ന് ഫോൺ വിളിച്ചാലും അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് അങ്ങനെ സംസാരിക്കുന്നില്ല കേട്ടോ, ഒരാളെ അങ്ങനെ ശല്യപ്പെടുത്തുന്നില്ല. കാരണം എനിക്കറിയാം ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ തിരക്കുകളുള്ളവരാണ്. അപ്പോൾ നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കണ്ട, അതുകൊണ്ടാണ്. പക്ഷെ പ്രജി ഉള്ളപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് കുറച്ച് ആശ്വാസമാണ് കേട്ടോ. ഇന്നിപ്പോൾ പ്രജി പോവുകയാണ് പ്രജിയുടെ വീട്ടിലേക്ക്. ഇത്രയും ദിവസമായില്ല, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ പ്രജിയും ഇന്ന് പോവും. അപ്പോൾ എനിക്ക് ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ വിഷമങ്ങൾ വീട്ടിൽ ബാബി നീനൊക്കെ ഉണ്ട്, പറയാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും പ്രജിയോട് ഞാനത് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിനൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ അവളുണ്ട്, ഇനിയിപ്പോൾ ഒരു നേരം ഞാൻ അങ്ങോട്ടോ നീങ്ങിയാലും ഇൻസുലിൻ എടുത്ത് കൊടുക്കാനും മെഡിസിൻ എടുത്ത് കൊടുക്കാനാണെങ്കിലും അവളുണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടല്ലോ. അപ്പോൾ അതെനിക്കൊരു വിഷമം തന്നെയാണ് അവൾ പോകുമ്പോൾ കേട്ടോ. ഞാനത് പറയുകയും ചെയ്തു, ബിജുവിനോട് ഞാൻ പറയേണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ ആവട്ടെ, നമ്മൾ സുഖമായിട്ട് തൊഴുതിട്ട് പോന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു
നമ്മൾ മനസ്സുകൊണ്ട് ഇപ്പോൾ അമ്പലത്തിൽ തിക്കും തിരക്കും നമ്മൾ നടക്കിലേക്ക് എത്തുന്ന സമയത്ത് കിടക്കുമ്പോഴത്തേനും സെക്യൂരിറ്റിക്കാർ നമ്മളോട് തള്ളി മാറ്റുന്നതിന് നമ്മൾ അവരെ കുറ്റം പറയല്ല. കാരണം നാൾക്ക് നാൾ ജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ആ പോയിട്ട് അല്പസമയം നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ പോലും പറ്റണില്ല ഗുരുവായൂരപ്പനെ അല്ലേ. അത്രയ്ക്ക് ഒരു സമയം നമുക്ക് കിട്ടണുള്ളൂ. ഒക്കെ തൊഴുത് വന്നപ്പോൾ ഒരു ആശ്വാസം. അതുപോലെ നമ്മൾക്ക് ദൈവങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ഇതാവണു. അത് നമുക്ക് ഓരോരുത്തർക്കും കുടുംബ ദേവതകളുണ്ട്. അത് നമുക്ക് അച്ഛൻ വീട്ടിലത്തെ അല്ലെങ്കിൽ അമ്മ വീട്ടിലത്തെ എന്നൊക്കെ പറയും. അപ്പോൾ 2 വീട്ടിലത്തെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് തൊഴാൻ പറ്റുമെങ്കിൽ പോയി തൊഴുക. കൊല്ലത്തിൽ 2 പ്രാവശ്യമെങ്കിലും തൊഴണം എന്നാണ് പറയുക. നമ്മളതിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ അസുഖമായിട്ട് നമുക്ക് 2 വർഷമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ധർമ്മദൈവത്തിൻ്റെ അവിടെ നിന്നും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ കൊണ്ടുപോയി അമ്മേനെ ഒരുവിധം ഇപ്പം എല്ലാം നടക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മയെ ഒരുവിധം ഒന്ന് 4 മണിയൊക്കെ ആകുമ്പോൾ വൈകിട്ട് കൊണ്ടുപോയി, കാലത്ത് പറ്റില്ല കേട്ടോ. അപ്പോൾ വൈകിട്ടാകുമ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ സെറ്റ് മുണ്ടൊക്കെ ഉടുപ്പിച്ച് എല്ലാം ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞാനും പ്രജിയും കൂടി കൊണ്ടുപോയി തൊഴിപ്പിച്ചു. അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് കുളിച്ച കാര്യം ഓർമ്മയേ ഇല്ല. ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ അമ്പലത്തേക്ക് കിടക്കില്ല എന്നേ പറയുള്ളൂ. എന്താ ചെയ്യുക, ഒരു വിധമൊക്കെ ആയി തൊഴിപ്പിച്ചു. അങ്ങനെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ചിന്തിക്കും അമ്മേനെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനും കാര്യങ്ങൾക്കും ഞാനും പ്രജിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രജി ഇവിടെ ഇല്ലാത്ത സമയം വെച്ചാലും എവിടേക്ക് അച്ഛൻ ഞാൻ കൊണ്ടുപോകും, എവിടേക്ക് ഞാൻ അമ്മയെ കൊണ്ടുപോകാതിരിക്കില്ല. എന്നാൽ കോഴിക്കോട് പോകുമ്പോഴും കൂടി ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ അമ്മേനെ കൊണ്ടുപോകാതിരിക്കണം എന്നില്ല. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം വരുമ്പോൾ എന്തായിരിക്കും എനിക്കറിയില്ല. കാരണം ആരും ഇത്രയൊന്നും ബുദ്ധിമുട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അസുഖങ്ങൾ വരാതിരിക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. എന്നാലും എനിക്ക് പേടിയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ വർക്ക് ഏരിയയിൽ പോയിട്ട് എന്തിനാ വന്നതെന്ന് ആലോചിച്ചിട്ട് കുറച്ച് സമയമൊക്കെ നിൽക്കും. അപ്പോൾ എനിക്ക് പേടിയാവും. അമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മക്കുറവ് ആർക്കെങ്കിലും കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർമ്മക്കുറവൊക്കെ വരുന്നൊക്കെ ഡോക്ടറൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയാണ് സംഭവിച്ചേക്കണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു ടെൻഷൻ. കാരണം അമ്മയ്ക്ക് നമ്മളെക്കാളും എല്ലാ കാര്യങ്ങൾക്കും നല്ല കഴിവും അടുക്കും ചിട്ടയും അതുപോലെ തന്നെ ഭാഷകളായിക്കോട്ടെ എല്ലാം എനിക്ക് നമ്മുടെ ഇടയിലെത്താൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ള അമ്മയ്ക്കാണ് ഇങ്ങനെ. അപ്പോൾ ഡോക്ടറും അതന്നെ എന്നോട് പറയുന്നത്, നിങ്ങളെപ്പോലും നല്ല നിങ്ങളെക്കാളൊക്കെ എത്രയോ വിവരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അമ്മ. എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് അതിശയം തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കും എന്തൊക്കെയോ ആവട്ടെ അല്ലേ. ഞാനും നിങ്ങളോട് എന്തൊക്കെയോ ഇങ്ങനെ പങ്കുവെച്ചു അല്ലേ. എന്തായാലും നമുക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മുടേതായ കാര്യങ്ങൾ ആരുടെയെങ്കിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് പറയാൻ പോലും സമയമില്ല. പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അറിയാതെ അത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനതൊക്കെ നിങ്ങളോട് പങ്കുവെച്ചു. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.